നമുക്കൊന്ന് അട്ടപ്പാടി വരെ പോയിട്ട് വന്നാലും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിനിൽ യാത്ര ചെയ്യാനായിട്ട്. കുഞ്ഞിലെ എൻ്റെ ആഗ്രഹമായിരുന്നത് ട്രെയിനിൽ എവിടെയെങ്കിലും ദൂരെ യാത്ര പോകാനായിട്ട്. അന്നൊന്നും സാധിച്ചില്ല. എന്നാൽ ഇപ്പം അതിനൊരു കുറവുമില്ല കേട്ടോ. നമ്മളൊരു വർക്കിൻ്റെ ആവശ്യത്തിനാണ് കേട്ടോ അട്ടപ്പാടിയിലേക്ക് പോയത്. ഞങ്ങൾ പാലക്കാട് വരെ ട്രെയിനിനായിരുന്നു കേട്ടോ പോയത്. അങ്ങനെ നീണ്ട 2.5 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ പാലക്കാട് എത്തിയിട്ടു. പിന്നെ നേരെ വീട്ടിൽ ഫുഡ് കഴിക്കാനായിരുന്നു. അങ്ങനെ കുറെ നാൾക്ക് ശേഷമാണ് കേട്ടോ ബസ്സിലൊരു യാത്ര. അതും ഇത്രയും സാധനങ്ങളൊക്കെ ആയിട്ട് പോകാന്നുള്ളത് കുറച്ച് റിസ്ക് ആയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ കുറെ നാൾക്ക് ശേഷമായതുകൊണ്ട്. പിന്നെ ബസ്സിലും ഒരു 1.5 മണിക്കൂർ ഇരിക്കേണ്ടതായിട്ട് വന്നിട്ടു. പിന്നീട് സ്റ്റാൻഡിന്റെ അടുത്തുള്ള കടയിൽ കയറിയിട്ട് ലൈറ്റായിട്ട് ഞങ്ങളൊന്ന് ഫുഡ് കഴിച്ചിട്ടു. അത് കഴിഞ്ഞിട്ടുള്ളൊരു യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. പ്രതീക്ഷിച്ചതിലും അപ്പുറത്തായിരുന്നു അവിടുത്തെ കാഴ്ചകളെല്ലാം. 11 ചുരം കയറിയാലാണ് കേട്ടോ നമുക്ക് ഇവരുടെ വീട്ടിലെത്താൻ പറ്റുന്നത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് 10ാമത്തെ ചുരത്തിലാണ് കേട്ടോ. അങ്ങനെ അവരുടെ വീട്ടിലേക്ക് എത്താനായിട്ട് നമ്മളൊരു വലിയ കുന്ന് കയറണം കേട്ടോ. ആണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന വീട് കേട്ടോ. ഇത് വലിയൊരു കുന്നിന്റെ മേളിലാണ് കേട്ടോ ഇവരുടെ വീട്. അവിടെ എത്തിയ പാടത്തന്നെ ഞങ്ങൾ ചെറുതായിട്ട് അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാനായിട്ട് ഇറങ്ങി കേട്ടോ. ഈ തിരക്കേറിയ സ്ഥലങ്ങളിൽ നിന്നും ഒരു ശാന്തമായിട്ടൊരു സ്ഥലത്ത് എത്തുമ്പോഴുള്ള സുഖം അപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്. ഞാനും ചേച്ചി നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടോ. അങ്ങനെ കുറെ നേരം ഞങ്ങൾ അവിടെ നിന്നു കേട്ടോ. അതേ കഴിഞ്ഞ് വലിയ വീട്ടിലേക്ക് എത്തി. ആ ദിവസം അങ്ങനെ വേഗം കഴിഞ്ഞു പോയി. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഭയങ്കര ബിസി ആയിപ്പോയി. അതുകൊണ്ട് രാവിലത്തെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാനുള്ള വണ്ടി ഇതായിരുന്നു കേട്ടോ. ഞങ്ങൾ സ്റ്റേഷനിലെത്തി. പിന്നെ അവിടെ നിന്ന് ഒരു കിൻഡർ ജോയും കഴിച്ച് കുറച്ചു നേരം ഉറങ്ങിയപ്പോൾ തന്നെ ട്രെയിൻ എത്തി കേട്ടോ. തിരിച്ചു വരുമ്പോൾ പിന്നെ ഫുൾ ഉറക്കമായതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നേരെ വീട്ടിലേക്ക് പോയി. അപ്പം അത്രയോളം ബൈ.